10 മാസം വയറ്റിലും പിന്നെ ജീവിതകാലം മുഴുവനും മനസ്സിലും നമ്മളെ ചുമക്കുന്നവൾ, സ്വന്തം പേരിനേക്കാൾ ഉപരി മറ്റൊരാളുടെ ഭാര്യയും മക്കളുടെ അമ്മയുമായി ജീവിച്ചു തീർക്കുന്നവൾ, വെറുതെ അല്ല അവൾ ഭാര്യയാവുന്നത്, ഒരു വീടിന്റെ വെളിച്ചമാവുന്നത്. ഭാര്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജനാലയിലൂടെ സൂര്യപ്രകാശം വരുന്നതിന് മുൻപേ അടുക്കളയിൽ ലൈറ്റ് തെളിയുന്നു. ചായ തിളയ്ക്കുന്ന ശബ്ദം. അവൾ ക്ഷീണത്തോടെ കണ്ണുകൾ തിരുമ്മി ജോലി തുടങ്ങുന്നു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ അവൾ ഉണരും. ആർക്കും വേണ്ടിയല്ല, തന്റെ ലോകമായ ആ വീടിന് വേണ്ടി. ഒരു ചായ ഗ്ലാസിന്റെ ചൂടിൽ തുടങ്ങുന്നതാണ് അവളുടെ ഓരോ ദിവസവും. മക്കളെ ഒരുക്കുന്നു, ടിഫിൻ ബോക്സ് പാക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ അവളുടെ മുടി അഴിഞ്ഞു വീഴുന്നു. അത് ശരിയാക്കാൻ പോലും സമയമില്ലാതെ അവൾ ഓടുന്നു. പ്രസവവേദനയുടെ ആഴം അളക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ അതിനേക്കാൾ വലിയ വേദനയാണ് അവൾക്ക് അവളുടെ മക്കൾക്ക് അസുഖം വരുമ്പോൾ. ഉറക്കമില്ലാതെ അവിടെ ഇരിക്കുന്ന ആ രാത്രികൾ, സ്വന്തം വിശപ്പിനേക്കാൾ മക്കളുടെ വയറു നിറഞ്ഞോ എന്ന് നോക്കുന്നതാണ് അവളുടെ വലിയ സന്തോഷം. എല്ലാവരും പോയി കഴിഞ്ഞ് ശൂന്യമായ വീട്ടിൽ അവൾ തളർന്നിരിക്കുന്നു. ആരും കാണാതെ തന്റെ മുട്ടുവേദനയോ തലവേദനയോ ഒന്ന് തടകുന്നു. എന്നിട്ട് വീണ്ടും പാത്രം കഴുകാൻ ഒരു പരിഭവമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ എഴുന്നേൽക്കുന്നു. ഇനി നമ്മുടെ സുഹൃത്തുക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ടാവും, നീ ദിവസം മുഴുവൻ വീട്ടിൽ തന്നെയല്ലേ, നിനക്കെന്താ ഇത്ര ജോലി? ആ ചോദ്യമുണ്ടല്ലോ, അത് അവളുടെ ഉള്ളിൽ തറയ്ക്കുന്ന ആണിയാണ്. ശമ്പളമില്ലാതെ, അവധിയില്ലാതെ, വിശ്രമമില്ലാതെ ഈ ജോലിക്ക് അവൾ പ്രതീക്ഷിക്കുന്നത് പണമല്ലടോ, ഒരൽപ്പം പരിഗണന. അതെ, പരിഗണന മാത്രമാണ്. വൈകുന്നേരം എല്ലാവരും വരുമ്പോൾ അവൾ എല്ലാം മറന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ വാതിൽ തുറക്കുന്നു. ത്യാഗങ്ങൾക്കും വേദനകൾക്കും ഒടുവിൽ അവൾ പുഞ്ചിരിക്കുന്നത് ആ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് പറയുകയാണ്, വെറുതെ അല്ല അവൾ ഭാര്യയാകുന്നത്, അവളാണ് ആ വീടിന്റെ ജീവൻ. ഇന്ന് എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളൊന്ന് അണച്ചു പിടിക്കണം. എന്നിട്ട് അവളുടെ നെറ്റിത്തടത്തിൽ ഒരു ചുടുചുംബനം നൽകണം. എന്നിട്ട് നിങ്ങൾ അവളോട് പറയണം, നിനക്ക് സുഖമാണോ എന്ന്. അപ്പോൾ അവളുടെ ആ മുഖത്ത് വിരിയുന്ന ആനന്ദം, ആ സന്തോഷം, ഒരു പക്ഷേ നിങ്ങളെ ചേർത്ത് പിടിച്ച് അവളൊന്ന് പൊട്ടിക്കരഞ്ഞെന്ന് വരാം. നമ്മുടെ മരണം വരെ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ നായിക തന്നെയാണടോ നമ്മുടെ ഭാര്യ. ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.